ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വൈൽഡ് കാർഡിന്റെ എൻട്രിക്ക് സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ച തന്നെ വൈൽഡ് കാർഡ് എൻ്റർ ആകുമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിരുന്നു. എന്തായാണെന്നുണ്ടെങ്കിലും ഇന്ന് അല്ലെന്നുണ്ടെങ്കിൽ നാളെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവർ കയറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഓൾറെഡി ഈ ഒരാഴ്ചത്തെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ലാലേട്ടൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു സീസണിൽ ലാലേട്ടൻ ജപ്പാനിൽ പോയ സമയത്ത് നടന്നതുപോലെയൊക്കെ തന്നെയായിരിക്കും ഓൺലൈൻ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെയൊക്കെ കാണാൻ ലാലേട്ടൻ ഈ ഒരു ആഴ്ച വരുന്നത്. അതോടൊപ്പം നമ്മുടെ വൈൽഡ് കാർഡിന്റെ എൻട്രിയൊക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളും ഒരു വെൽക്കം എൻട്രിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്നതിനെ പറ്റി ഒരു സംശയമുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്. ഈ ഒരാഴ്ച തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും. അപ്പം വൈൽഡ് കാർഡ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും ആയിരിക്കും വരാനുള്ള സാധ്യതകൾ. അപ്പം അവരും സ്റ്റാൻഡ് ബൈ ഒക്കെ നിർത്തുന്നത് കൊണ്ട് നമുക്ക് അത്ര കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പറയാം. ഇവരിൽ നിന്ന് ആരെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണെങ്കിലും അതിൽ മെയിനായിട്ട് പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ആങ്കറും അതുപോലെ തന്നെ ഇന്റർവ്യൂറൊക്കെ ആയിട്ടുള്ള ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂറൊക്കെ ആയിട്ടുള്ള മസ്താനിയുടെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജിഷ്യൻ മോഹന്റെ പേര് കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഫോട്ടോ ഒന്നും പ്രത്യേകം എടുത്തെടുത്ത് കാണിക്കുന്നില്ല. കാരണം ഇതെല്ലാവരും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെടുത്തി വന്നിരുന്നവരുടെ പേരുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ് വുമണും ജേർണലിസ്റ്റും ആയിട്ടുള്ള ഹെയ്തി സാദിയയുടെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്ന് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ പേര് കേൾക്കുന്നുണ്ട്. മോഡലൊക്കെ ആയിട്ടുള്ള വ്യാസന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇന്റർവ്യൂറൊക്കെ ആയിട്ടുള്ള നമ്മുടെ മെഗറിന്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്ടർ ആയിട്ടുള്ള ബാലയുടെ പേര് കേൾക്കുന്നുണ്ട്. ബാലയൊക്കെ ഈ ഒരു സീസണിലേക്ക് വരുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഓൾറെഡി ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ ആൾ എത്തുമോന്ന് അറിയത്തില്ല. ഇനി വന്നാൽ തന്നെ എന്തിനാണ് ഈ ഒരു സമയത്തൊക്കെ ബിഗ് ബോസ് ബാലയെ പോലെ ഒരാളെയൊക്കെ സീസണിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. എന്നാണേലും നമുക്ക് നോക്കാം. അതൊക്കെ ബിഗ് ബോസിന്റെ ഇഷ്ടമാണല്ലോ. എനിവേസ് അതുപോലെ നമുക്ക് അടുത്തൊരാൾ നമ്മുടെ കോമണർ ആയിട്ട് ഒരാളും കൂടി ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് എൻ്റർ ചെയ്യാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഒരു കോമണർ മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇപ്പം ഒരു 4ൽ കൂടുതൽ വൈൽഡ് കാർഡ് എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു കോമണർ എൻട്രി കൂടി വൈൽഡ് കാർഡിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ കറക്റ്റായിട്ട് എത്ര വൈൽഡ് കാർഡ്സ് വരുമെന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വൈൽഡ് കാർഡ്സ് ആയിരിക്കും ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുന്നത്. 4, 5, 6, 7 ഒക്കെ പേര് വരാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളവരുടെ പേരുകളൊക്കെയാണ് പൊതുവെ കേൾക്കുന്നത് ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് വരാൻ പോകുകയാണെന്ന്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ആരായിരിക്കും വൈൽഡ് കാർഡ് ആയിട്ട് വരാൻ പോകുന്നത്? നിങ്ങളുടെ താല്പര്യാർത്ഥത്തിൽ ആരൊക്കെ വരണം, ആരൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും? എന്താണെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മികച്ചൊരു അവസരമാണ് ഈ ഒരു സീസണിൽ കപ്പടിക്കാനുള്ള. കാരണം ഇതുവരെയും ആ ഒരു സീസണിൽ ക്ലച്ച് പിടിച്ച് ആരും തന്നെ ഇല്ല. മികച്ച പെർഫോമൻസ് കൊടുത്ത ആരും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് ആരും തന്നെ ഈ ഒരു സീസൺ 7ൽ നിലവിൽ കണ്ടസ്റ്റൻസ് ലിസ്റ്റിൽ ഇല്ല. സോ വൈൽഡ് കാർഡ്സിന് മികച്ചൊരു അവസരമാണ് ഈ ഒരു സീസണിലും കഴിഞ്ഞ സീസൺ പോലെ തന്നെ. സോ മികച്ച പെർഫോമൻസ് നേടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ കൈയടിക്കും. അതുപോലെ തന്നെ അവർക്ക് കപ്പടിക്കാനുള്ള സാധ്യതകളുമുണ്ട്. സോ ഒരു വൈൽഡ് കാർഡ് വിന്നർ ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.